ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയും ചെറുപയർ കറിയാണ് കേട്ടോ. മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇന്ന് ദോശയാണ്. അപ്പോൾ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ദോശ ഓൾമോസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ എമ്മിക്കുട്ടിക്ക് സ്കൂളിൽ പോകാൻ സമയമായി, അവന് സ്കൂളിൽ പോവാണ്. അപ്പോൾ എറിമോൾ എണീറ്റിട്ടുണ്ട്. അങ്ങനെ എമിമോന് സ്കൂളിൽ പോയി. അങ്ങനെ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. ഇക്കയും കൊണ്ടുപോകാറാണ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാനും മോളും മാത്രമായിട്ടോ. അങ്ങനെ മോൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അവളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേബി ഉണരാറായി, അവൻ ഉണർന്നു. അപ്പം ഇനി ഈവാൻ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ഇക്ക വന്നു. 2 o'clock ആയി. അങ്ങനെ ഇക്കയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായി. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഗ്രോസറിക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ്. പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഹാപ്പിയാണ്. കാരണം അവർക്ക് മിഠായി സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഗ്രോസറിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പോയി വന്നു. അങ്ങനെ നമ്മൾ ഇന്നൊരു രാത്രിക്ക് സ്പെഷ്യൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇക്ക വന്നിട്ട് തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ഇക്കായും മോനും കൂടി പോയിട്ട് അവർ ഫ്രഷ് ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഇക്കാടെ സ്പെഷ്യൽ ചിക്കൻ കറി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കാണാം. അപ്പോൾ ഫ്രഷ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കുള്ള ഉള്ളിയും സവാള ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം ചെറുതായിട്ട്, പിന്നെ സവാള ചെറുതായി അരിഞ്ഞത് ഒരു 2 മതി. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക്
ഒരു 3 മുളക് ഇട്ട് കൊടുക്കാം. ഇത് ഇക്കാടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു. ഇത് അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ടൊമാറ്റോ ഒരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ മസാലയൊന്നും ആഡ് ചെയ്യാതെ തന്നെ ചിക്കൻ പീസ് അതിലോട്ട് ഇടുകയാണ് കേട്ടോ. സോൾട്ട് വേണമെങ്കിൽ ഇടാം. നമുക്ക് സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് സോൾട്ട് ആദ്യം ആഡ് ചെയ്യണം, നല്ലതാണ്. എന്നിട്ട് ചെറുനാരങ്ങ ഒരു ചെറിയ പീസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് ആഡ് ചെയ്ത് അങ്ങനെ ചിക്കൻ നന്നായി വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് തേങ്ങ എടുക്കാം. തേങ്ങ ചെറുതായി ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങേൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അത് നമുക്ക് നല്ലൊരു കളറ് കിട്ടാൻ നല്ലതാണ്. അത് കുറച്ച് തോനെ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. കുറച്ചൊരു മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നല്ല വറുത്തരച്ച പോലെ ആവണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് നല്ല ചൂട് എല്ലായിടത്തും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ അത് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. അപ്പോഴേക്കും ഇതാ തേങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചത് കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിൽ. അങ്ങനെ നമ്മൾ കറി ഇതാ. അപ്പോൾ അതിലോട്ട് കടുക് പൊട്ടിക്കുന്ന സ്റ്റെപ്പ് ഞാൻ പറയാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഇട്ട് നമ്മൾ ഇതിന് കൂടെ പൊറോട്ടയും കോമ്പിനേഷനായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പൊറോട്ട ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ കേട്ടോ, എല്ലാ വീഡിയോസും. അപ്പോൾ ഇതാ ഇവാൻ ബേബി ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.